പൂരനഗരിയും ആവേശം അതിന്റെ ആകാശത്തിലേക്ക് പരകോടിയിലേക്ക് കൊട്ടിക്കയറുവാൻ പോകുന്നു. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടോടുകൂടി പൂരം പൊട്ടിവിരിഞ്ഞു എന്നാണ് പറയുക. അതിനുശേഷം എറണാകുളം ശിവകുമാർ എനിക്ക് പിന്നിൽ തെക്കേ ഗോപുരം തള്ളി തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ആവേശം, അതിന് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഓരോ സമയവും അടിവച്ചടിവരുത്തുന്ന ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. പാണിയിൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അത് പാണ്ടിയായി അല്പസമയത്തിനകം എറണാകുളം ശിവകുമാർ പ്രത്യക്ഷമാകാൻ പോകുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന തെക്കേ ഗോപുരം നടയിൽ. അപ്പൊ നമുക്ക് പാരാളെ തിരുവമ്പാടി. നമസ്കാരം. പൊളിക്കാൻ തീർച്ചയായിട്ടും ആ പൊളിക്കടയിൽ ഇപ്പൊ പേടിയാണ്. രണ്ടു തരം അർത്ഥമുണ്ട് ആ പൊളിക്കടയിൽ. ആ പൊളിയല്ല, പൂരം ഗംഭീരമായിട്ട് ഇത്തവണ ആഘോഷിക്കണം. എല്ലാവരും സ്വരാജ് റൗണ്ടിലേക്ക് വരണം. പൂരം നമുക്ക് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പറമ്പ് നിറഞ്ഞ് ഈ ചാനലുകളുടെ ഈ സന്തോഷവും എല്ലാവരും ഒരുമിച്ച് നിന്ന് വളരെ എന്താ പറയുക, ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും തൃശ്ശൂർ പറമ്പിലേക്ക് വന്നിട്ട് നമുക്കത് ആഘോഷിക്കണം. ആ അർത്ഥത്തിൽ നമുക്ക് പൊളിക്കാം. കഴിഞ്ഞ തവണത്തെ ക്ഷീണം മാറും ഉറപ്പ്. ചെറിയ കുട്ടി മുതൽ ഹയർ ഒഫീഷ്യൽസ് വരെ ജില്ലാ ഭരണകൂടവും സ്റ്റേറ്റും അതേപോലത്തെ എല്ലാ പോലീസും എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയണത്, പൂരം നന്നാക്കണം, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം, ദേവസ്വങ്ങൾ പൂരം നന്നാക്കി നടത്തണം എന്നാണ്. അതിൻ്റെ ഏറ്റവും അലേടി ഇന്നലെ കണ്ടു. ഇന്നലെ പോലീസുകാരും ജനങ്ങളും ദേവസ്വവുമായിട്ട് വളരെ ഫ്രണ്ട്ലി, വളരെ മൈൽഡായിട്ടുള്ള സംസാരം, വളരെ സന്തോഷമുള്ള സംസാരം. അതെ അതെ അതെ, ഭയങ്കര സ്നേഹ, ഒരു പ്രശ്നവുമില്ല. ഇതല്ല അവർ കാണിക്കാറ്. അങ്ങോട്ട് തള്ളി നീക്കി ഭയങ്കര പ്രഷർ ചെയ്ത് ലാത്തിയൊക്കെ വീശി പേടിപ്പിച്ച് ആനയുടെ പട്ടം കൊണ്ടിരുന്ന പേടിപ്പിച്ചു. എന്തിനാ ആനയുടെ പട്ടം കൊണ്ടുവന്നാല് എന്തിനാടാ കൊണ്ടുവരുന്നത്? ഇത് വളരെ സന്തോഷമായിട്ട് ഒന്ന് മാറി നിൽക്കൂ. സ്നേഹം ഈ പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലഹരി. ഇവിടെ ആൾക്കാർ പാവങ്ങളല്ലേ, അവരോട് പറഞ്ഞവർ കേൾക്കൂലേ? അവരെ വെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഭയങ്കര സ്നേഹം ഇന്ന് ഇപ്പൊ ഇത്തവണ ഉണ്ട്. അതെ അതെ, വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ പൂരം മുന്നോട്ട് പോകണത്. ഇനിയിപ്പോൾ നാളെ തൊട്ട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരം ഗംഭീരമാക്കണം. ചാനലുകളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും പൂരാശംസകൾ നേരുകയാണ്. താങ്ക് യു. എല്ലാം ആവാറായി. അരമണിക്കൂറിനകത്ത് ഇവിടേക്ക് എറണാകുളം ശിവകുമാർ എത്തിച്ചേരുന്നതോടുകൂടി അസാമാന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു കരുത്താകും. അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമസ്കാരം. അപ്പൊ ഹാപ്പി പൂരം. അപ്പൊ ഇവിടെ പറന്നിറക്കൽ തുടങ്ങാൻ പോകുന്നു. അതിന്റെ ആചാരപരമായ പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന പറന്നിറക്കൽ ചടങ്ങ്, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൂരാവേശത്തിലാണ്, പൂരലഹരിയിലാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട അല്പസമയത്തിനകം നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ തള്ളിത്തുറക്കുന്നതോടെ അത് പൂരാവേശം അതിന്റെ പരകോടിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ, 36 മണിക്കൂറുകൾ തുടർച്ചയായി നാദലയ വിസ്മയത്തിന്റെ ഒരു ആവേശത്തിലേക്ക് പൂരനഗരി പോവുകയാണ്. തൃശ്ശൂർ അങ്ങനെ പൂരാവേശത്തിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നുള്ള ആളുകൾക്ക് പൂരത്തിന് സാക്ഷ്യം വഹിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. പറ നിറയ്ക്കുന്ന ചടങ്ങ്, അതാണിപ്പോൾ നടക്കുന്നത്. തിരികെ ഹാഷ്മിയിലേക്ക്. പറ നിറയ്ക്കുന്ന ചടങ്ങ് ഇപ്പോൾ പുറകൊണ്ടിരിക്കുന്നു അനുജ. ഇവിടെ ഈ പൂരനഗരിയിൽ പൂഴിവാരി ഇട്ടാൽ താഴെ ഒരൊറ്റ പൂഴി പോലും വീഴാത്ത രീതിയിലുള്ള ജനാരവം ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കുന്നു. അത് പൂരത്തിന്റെ തനത് കാഴ്ചയാണ്. പൂരത്തിന്റെ ആളിങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് പൂരത്തിന്റെ ആ തനത് കാഴ്ച. ആവേശഭരിതരായ സന്തോഷം നിറഞ്ഞ ഒരു ജനത അങ്ങനെ നിൽക്കുന്നതാണ് പൂരത്തിന്റെ തനത് കാഴ്ച. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളിലേക്കും ആ ആവേശം, ഇങ്ങനെ പൂരത്തിന്റെ ആവേശം നമ്മളിലേക്കും ബാധിക്കുന്നുണ്ട്. രാവിലെ മഴയായിരുന്നു, നമുക്ക് ചെറിയ ആശങ്കയുണ്ടായി. പക്ഷെ തൃശ്ശൂർ പൂരക്കാർക്ക്, പൂരപ്രേമികൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞതുപോലെ തന്നെ ഇതാ മഴ മാറി നിൽക്കുകയാണ്. ചൂടിന് ചെറിയൊരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, കൊടും ചൂടായിരുന്നു. പക്ഷേ കൊടും ചൂടൊന്നും അവർക്ക് കാര്യമാക്കാനില്ല. ഇത്തവണയും വലിയ തിരക്ക് തന്നെയാണ്. ഇതിപ്പോൾ അടുത്ത നിമിഷങ്ങളിൽ കാത്തു നിൽക്കുന്നത് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം
എറണാകുളം ശിവകുമാർ ഇങ്ങനെ വരും തെക്കേ നട തുടക്കമാണ്. അതെ, തുടക്കം മാത്രമാണ്. തുടക്കത്തിന് വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. തുടക്കം കഴിഞ്ഞാൽ പിന്നെയാണ് കാഴ്ചകളുടെ ഒരു പൂരം, കാഴ്ചകളുടെ ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്രയിലൊക്കെ ഈ ആൾക്കൂട്ടം അകമ്പടിയെ ഉണ്ടാവുകയും. നമുക്ക് നിഖിൽ പ്രവേശിലേക്ക് ഒന്ന് പോവാം. നിഖിൽ, എന്തായി എറണാകുളം ശിവകുമാർ ഇങ്ങോട്ടേക്ക് വരാൻ നീതലക്കാവിലമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നടയിൽ തുറന്ന് ഈ ജനലക്ഷങ്ങൾക്ക് മുന്നിൽ എന്താണ് പ്രത്യക്ഷപ്പെടാൻ അവിടെ തയ്യാറാവുന്നുണ്ടോ നിഖിൽ? ഹലോ 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 നിഖിൽ, കേൾക്കാവോ? ഇങ്ങനെ വളരെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പടിഞ്ഞാറേ നടയിലേക്ക് എത്തി. ഹാഷ്മി, കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഹാഷ്മി, എന്നെ കേൾക്കാമോ? വലിയ ആൾക്കൂട്ടമുണ്ട്. ആളുകളൊക്കെ തന്നെ ഇങ്ങനെ വളരെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ എറണാകുളം ശിവകുമാർ ഒന്ന് ഇങ്ങോട്ട് വന്ന് കിട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിയ ഉടനെ തന്നെ ഇപ്പൊ നേരത്തെ മന്ത്രി കെ രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനകത്തേക്ക് കടന്ന് വടക്കുന്നാഥനെ വലം വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ചേട്ടൻ എന്തോ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? അടിപൊളിയോ ഇക്കൊല്ലം വൈബ് സ്ഥിരം പ്രേക്ഷകരാണ്. ശ്രീകണ്ഠ സാറിനൊക്കെ അറിയാം. അദ്ദേഹം നാളെ ഉണ്ടാവും ഇവിടെ. കാണാം, നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോ ഹാഷ്മി, എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം, ഒരു ഉത്തരം. എന്തുകൊണ്ടാണ് ശിവകുമാർ ഇങ്ങനെ ആ പന്തലിന് അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. കുറച്ച് സമയം വൈകുന്നു. അപ്പൊ എന്താണ് കാരണമെന്ന് ആളുകൾ ചോദിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത്? ഇത് നമ്മുടെ പൂരവിളംബരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ നേതലക്കാവ് ഭഗവതിയിൽ നിന്ന് 8:30 ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. ഇവിടെ പാണ്ഡിമേളം കൊട്ടി അകത്ത് കയറി വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ചിട്ടാണ് തെക്കേ ഗോപുരം തള്ളി തുറന്ന് വീണ്ടും പ്രദക്ഷിണം വെച്ചിട്ട് ശ്രീമൂലസ്ഥാനത്ത് വെച്ച് ഈ നിലപാട് തറയിൽ പൂരവിളംബരം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗം തന്നെയാണ്, വൈകലല്ല, ഒട്ടും വൈകലല്ല. ഇപ്പൊ 11:55 എത്ര മണിക്ക് ഈ തെക്കേ ഗോപുര നട നമ്മുടെ എറണാകുളം ശിവകുമാർ തുറക്കും? 12-12:30 കൂടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണത്തെ തിരക്കിനെ താങ്കൾ എങ്ങനെയാ കാണുന്നത്? എങ്ങനെ കാണാൻ പറ്റുന്നു? എങ്ങനെ കാണാനാണ്? തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സെമി പൂരമല്ലേ കാണുന്നത്? സെമി പൂരമാണ്. പൂരം എന്ന് പറയുന്നത് ഇപ്പോ സാമ്പിൾ വെടിക്കെട്ട് മുതൽ തുടങ്ങി പൂരവിളംബരം ദിവസം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം നാള്, അതിനുശേഷം പ്രമേഷ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോ ഇവിടെ പറനിറക്കൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ എത്തുന്നതിന് മുന്നോടിയായുള്ള ഒരു ചടങ്ങാണ് പറനിറക്കലും നിലവിളക്ക് കൊളുത്തലും. അത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആ ചടങ്ങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ആചാരമാണ്, ഒരു ആചാരബദ്ധമായ ഒരു ചടങ്ങാണ്. ഇത് കഴിയുന്നതോടുകൂടി ഇനിയിപ്പോൾ അധികം വൈകില്ല. ഇനിയിപ്പോൾ 1.5 മണിക്കൂറിൽ താഴെ മാത്രമാണ് തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാറിന് ഇങ്ങോട്ടേക്കുള്ള തുറന്ന് പൂര വിളംബരം ചെയ്യാനുള്ള സമയം. ഇവിടെ പൂര വിളംബരം ചെയ്ത് ചുറ്റിപ്പോയി അവിടെ നിലപാട് തറയിൽ പോയി 3 തവണ അവിടെ മാത്രമാണ് ഈ ചടങ്ങ് പൂർത്തിയാവുക. എന്ന് പറഞ്ഞാൽ അവിടെ ആ നിലപാട് തറയിലിരിക്കുന്ന ശക്തൻ തമ്പുരാനോട് അനുവാദം ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കാണ് പൂര വിളംബരം, തൃശ്ശൂർ പൂരം തുടങ്ങി എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ സ്ഥിരീകരണമാവുക. അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് 10-36 മണിക്കൂർ നീളുന്ന, അതൊന്നും 36 മണിക്കൂറല്ല, ഈ ദിവസം കൂടി നോക്കിയാൽ 10-60 മണിക്കൂർ നീളുന്ന വലിയ വിസ്മയത്തിനാണ് പിന്നെ അങ്ങോട്ട് സാക്ഷ്യം വഹിക്കുക. നമുക്കറിയാം അവിടെ സംഭവിക്കുന്ന എന്താണെന്നുള്ള കാര്യം എഴുതി വെച്ച പോലെ 1, 2, 3, 4 അന്നിങ്ങനെ എഴുതി വെച്ച പോലെ എവിടെ എപ്പോൾ ഏത് ചടങ്ങ് എന്നതടക്കം തുടക്കം മുതൽ ഉപചാര ചൊല്ലി പിരിയുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാമെങ്കിൽ കൂടിയും ആ കാഴ്ചയൊക്കെ ആദ്യം ഒരു കുട്ടിക്കടൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കണ്ട കടലിൽ പിന്നെ കാണുന്നത് എന്ന് പറയുന്നത് പോലെ എല്ലാം പുതുമയാണ്. എല്ലാ ചടങ്ങുകളും പുതുമയാണ്. എലഞ്ഞിത്തറ മേളം പുതുമയാണ്, നമുക്ക് പാണ്ടിമേളം പുതുമയാണ്, പുതുപ്പാണ്ടി പുതുമയാണ്. അങ്ങനെ ഇവിടെ ഇവിടുന്ന് താളമേള വാദ്യവിന്യാസങ്ങളൊക്കെ നമുക്ക് പുതുമയാണ്. അപ്പോൾ അവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ള, ഏതാനും സമയത്തിനകം തെക്കേ ഗോപുരം നട തുറന്ന് എറണാകുളം ശിവകുമാർ എത്താൻ പോകുന്നു.